നിങ്ങളുടെ ഇടവകപ്പള്ളിയിൽ നിങ്ങളുടെ പൂർവ്വപിതാക്കളെ ശവസംസ്കാരം നടത്തിയിരിക്കുന്ന ആ സുമുത്തേരിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ദിനങ്ങളാണ് ഈ നവംബർ മാസം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ വചനം പങ്കുവെക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ആ സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞത്: അച്ഛാ, ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ കുടുംബത്തിൽ അനേക തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് സിമിത്തേരിയിൽ പോകണം. സിമിത്തേരിയിൽ പോയിട്ട് നമ്മുടെ കുടുംബ കല്ലറയൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഒപ്പീസൊക്കെ ചെല്ലണം. ഉടനെ തന്നെ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, മരിച്ചവര് മരിച്ചു, ഇനി അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. മരിച്ചവര് മരിച്ചു, നീ ഇനി സിമിത്തേരി അവർക്ക് വേണ്ടി ആത്മാവ് ഇങ്ങനെ പറഞ്ഞൊന്നും പോകേണ്ട കാര്യമില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ സഹോദരി വിഷമിച്ചു പറയുക, അച്ഛാ, അങ്ങനെയല്ലല്ലോ, ഞങ്ങളുടെ കുടുംബത്തിലെ അവസ്ഥ വളരെ മോശമാണ്. ചില കാര്യങ്ങളിൽ എൻ്റെ ചേട്ടൻ, എൻ്റെ ഭർത്താവിന് ചില ബോധ്യങ്ങൾ കിട്ടിയിട്ടില്ല. അത് വല്ലാത്തൊരു വിഷമമാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അത് ഇന്നുണ്ടായതല്ല അച്ഛാ. ഞങ്ങൾ താമസിക്കുന്ന വീടും പരിസര പ്രദേശങ്ങളും അത് ഞങ്ങൾക്ക് പൂർവ്വപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. അച്ഛാ, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ചൊരു ബോധ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ ആ സഹോദരിയുടെ ഒരു സങ്കടം ഈ കൂട്ടായ്മയുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ കുടുംബത്തിലും സമാനമായിട്ടുള്ള ചിലരൊക്കെ ഉണ്ടാവും. ചിലര് പറയും, മരിച്ചവര് മരിച്ചു, ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാ? ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. മരിച്ചവരെ കുറിച്ച് ഇനി ആലോചിക്കേണ്ട കാര്യമില്ല. അവരുടെ ശവസംസ്കാരം കഴിഞ്ഞു, അവർ മണ്ണോട് മണ്ണായിട്ട് തീർന്നിട്ടുണ്ട്, അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നിങ്ങനെ ചിലരുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ അവസരത്തിൽ ഒരു ദൈവമകനും ദൈവമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? മരിച്ചവരോടുള്ള നിന്റെ കടമകൾ എന്താണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു പോയിട്ടുണ്ടല്ലോ പലരും. ആ മരിച്ചവരോടുള്ള നിന്റെ കടമകൾ എന്താണ്? നിശ്ചയമായിട്ടും ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ട്. ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? ഈ മരിച്ചവരെ പരിശുദ്ധ കുർബാനയിൽ ഓർത്ത് അവരുടെ പാപങ്ങളും കടങ്ങളും പൊറുതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണോ? എന്നിങ്ങനെ 100,000 ചോദ്യങ്ങൾ മനസ്സിൽ ഉയരുമ്പോൾ ഇന്ന് ഒരു ദൈവവചനം നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തമായിട്ടൊരു കാര്യം പഠിപ്പിക്കുകയാണ്. ബൈബിൾ ഉള്ളവർ തുറക്കണം. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 33-ാം തിരുവചനം. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 7 വേഴ്സ് 33. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു: മരിച്ചവരോടുള്ള കടമ മറക്കരുത്. മരിച്ചവരോടുള്ള കടമ മറക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചവരോട് നമുക്ക് ചില കടങ്ങളുണ്ടെന്ന്, ആ കടമ നമ്മൾ നിറവേറ്റണം. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഈ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞേ. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് വേണ്ടി ചില കടമകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ നിറവേറ്റണം, അത് നമ്മൾ ചെയ്യണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ഈ തിരുവചനം പറയുന്നത്. പഴയ നിയമത്തില് മക്കബായരുടെ 2-ാം പുസ്തകം അതിന്റെ 12-ാം അധ്യായം 44-45 ദൈവവചനം. മക്കബായരുടെ 2-ാം പുസ്തകം, ബുക്ക് ഓഫ് മക്കബീസ്, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 12, 12-ാം അധ്യായം 44-45 തിരുവചനം ഇങ്ങനെയാണ്: മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്
നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. കണ്ടോ വചനം പഠിപ്പിക്കുകയാണ്, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു എന്ന് പറഞ്ഞ വചനം എന്താ പഠിപ്പിക്കുന്നത്? മരിച്ചവർ ഉയർക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ വിചാരിക്കുകയാണ് മരിച്ചയാൾ മരിച്ചു, മണ്ണോട് മണ്ണായിട്ട് തീർന്നു, ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുമ്പോൾ പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയല്ല. നമ്മുടെ തലയ്ക്കകത്ത് തോന്നും, നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ നിഷ്പ്രയോജനമാണ്, ഭോഷത്വമാണ്, വേറെ പണിയൊന്നുമില്ല ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ആരും ശ്രദ്ധിക്കണം, മരിച്ചവരെ കുറിച്ച് എന്തിന് ശ്രദ്ധിക്കണമെന്ന് ചിന്തയുണ്ടാകും. മക്കമാരുടെ പുസ്തകം പറയുന്നു, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. അടുത്ത വചനം, എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെ കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിനായി അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ ജീവിത അനുഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മേഖലകളുണ്ട്. അതൊന്നും കൂടെ മനസ്സിലാകാൻ 38-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? 38-ാം തിരുവചനം. യൂദാസ് തന്റെ 38-ാം തിരുവചനം തുടങ്ങുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടല്ലോ, മരിച്ചവർക്ക് വേണ്ടി ബലി എന്നാണ്. കണ്ടോ, മരിച്ചവർക്ക് വേണ്ടി ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം പഴയ നിയമ കാലഘട്ടം തൊട്ട് ജനതയുടെ ഇടയിലുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് ഇന്നലെയോ തുടങ്ങിയൊരു കാര്യമൊന്നുമല്ല, മറിച്ച് മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതിന് ചില കടമകളുണ്ട്. ആ കടമകൾ നിറവേറ്റിയില്ലെങ്കിൽ അതൊരു കടമായിട്ട് അവിടെ കിടക്കും. പിടികിട്ടുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അതൊരു കടമയാണ്. ആ കടമ നിർവഹിച്ചില്ലെങ്കിൽ അതൊരു കടമായി അതവിടെ അവശേഷിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തു പറ്റും? അതൊരു കടമായി അത് അവശേഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കുന്നതനുസരിച്ച് നമുക്ക് ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വലിയ ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കും. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ് പാപങ്ങളും കടങ്ങളും. എന്താണ് വാക്ക്? പാപങ്ങളും കടങ്ങളും. പാപങ്ങളുടെ പൊറുതിക്കായിട്ട്, കടങ്ങളുടെ പൊറുതിക്കായിട്ട് പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച് ഈ മേഖലയാണ് പരിശുദ്ധ അൾത്താരയിലേക്ക് സമർപ്പിക്കുന്നത്. പാപങ്ങളും കടങ്ങളും. 42-ാം തിരുവചനം ഒന്ന് വായിച്ചേ. മക്കബായരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം അതിന്റെ 42-ാം തിരുവചനം. 42. ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. അടുത്തത്, പാപം നിമിത്തം മരണത്തിനിരയായവർക്ക് സംഭവിച്ചു എന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു യൂദാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ യൂദാസിന്റെ ഒരു പുസ്തകം തന്നെ ബൈബിളിലുണ്ട്. വായിച്ചിട്ടുണ്ടോ? പുതിയ നിയമത്തില് അവസാനത്തെ പുസ്തകമാണ് വെളിപാട് പുസ്തകം. അതിന് തൊട്ട് മുമ്പ് ഒരു കുഞ്ഞു പുസ്തകം ഉണ്ടല്ലോ. അതാരുടെ പുസ്തകം? അങ്ങനെ പുസ്തകമുണ്ട്. ആരുടെ പുസ്തകം? യൂദാസിന്റെ പുസ്തകം എന്ന് പറയും. ഒന്ന് തുറന്നാലോ? ഒരു കൊച്ചു പുസ്തകമാണ്. അതിൻ്റെ അകത്ത് ഒരു അധ്യായമേ ഉള്ളൂ. വെളിപാട് പുസ്തകത്തിന്റെ തൊട്ട് മുമ്പ് ഒരു കുഞ്ഞു പുസ്തകം. ആ പുസ്തകത്തിൽ യൂദാസിന്റെ പുസ്തകം, അതിന്റെ 25 വചനങ്ങൾ മാത്രമുള്ളൊരു കുഞ്ഞു പുസ്തകമാണ്. ആ 25 വചനങ്ങളുള്ള പുസ്തകത്തിൽ 23-ാമത്തെ വചനം എന്താണെന്നറിയാവോ? അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. അതാണ് വചനം. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. പറഞ്ഞേ, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, അതാരാണാവോ ഈ അഗ്നിയിൽ അകപ്പെട്ടവര്? ആരാണാവോ അഗ്നിയിൽ അകപ്പെട്ടവർ? ശുദ്ധീകരണാത്മാക്കൾ.
ശുദ്ധീകരണ അഗ്നി എന്നൊക്കെ പറയത്തില്ലേ? അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ? പറഞ്ഞേ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ചേർന്ന് മരിച്ചു കഴിഞ്ഞാൽ, ദൈവീക കൃപകളോട് ചേർന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എങ്ങോട്ടേക്ക് മാറ്റപ്പെടുന്നു? സ്വർഗത്തിലേക്ക് അവകാശിയാവുന്നു. അല്ലേ? ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് തന്നെ ഒരു വിധിയുണ്ട്. ആ വിധിയെ വിളിക്കുന്ന പേരാണ് തനത് വിധി. തനത് വിധി. അപ്പൊ തനത് വിധിയുടെ സമയത്ത് ഒരു വ്യക്തിയുടെ ആത്മാവിന് അത് അവകാശമാക്കപ്പെട്ട സ്വർഗമാണെങ്കിൽ സ്വർഗത്തിലേക്ക്. ഇനി ജീവിതകാലം മുഴുവൻ ആ വ്യക്തി ദൈവകാര്യങ്ങൾ നിഷേധിച്ച്, ദൈവത്തോട് ഒരു തരിതി പോലും താല്പര്യമില്ലാതെ, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാതെ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മരണത്തെ നരകത്തിലേക്കാണ് തിരുസഭ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. ഇനി ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് എന്തിന്റെ പ്രത്യേകതയാണ്? സ്വർഗപ്രവേശനത്തിന് മുമ്പ് ഒരു വ്യക്തി കടന്നു പോകേണ്ട ഒരു ശുദ്ധീകരണ പ്രക്രിയയുണ്ട്. ഉദാഹരണത്തിന് ധ്യാനവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ദൈവകാര്യങ്ങളോട് വിശ്വാസമുണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലേ? ഉണ്ടെന്ന്. പക്ഷെ എങ്കിലും അറിഞ്ഞു അറിയാതെയും നമ്മളൊക്കെ കുറെ പാപങ്ങൾ ചെയ്യുന്നു. നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ അറിഞ്ഞു അറിയാതെയും ചില പാപങ്ങളും കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലേക്കാണ് നമ്മുടെ വലിയൊരു ആഗ്രഹവും ആഹ്വാനവും. എന്നാൽ ചെറിയ ചെറിയ പാപങ്ങളും കടങ്ങളും ഒക്കെ അവശേഷിക്കുന്നത് കൊണ്ട് നമ്മളെ ഒന്നൊരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിവിടും. ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിവിട്ടിട്ടാണ് നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് ഒരു കുഞ്ഞിനെ അമ്മ കുളിപ്പിക്കുന്നു, എന്നിട്ട് കട്ടിലേ കടത്താൻ വേണ്ടി ഒരുക്കി റെഡിയാക്കി അവിടെ നിർത്തിയിരിക്കുക. അമ്മ അടുക്കളയിലോട്ട് പോയ സമയത്ത് കൊച്ചു വീണ്ടും പുറത്തോട്ടിറങ്ങി മഴയത്തും മണ്ണിലൊക്കെ കയ്യും കാലൊക്കെ ചെളിയായി. അമ്മ തിരിച്ചു വരുമ്പോൾ അല്പസ്വല്പം വഴക്ക് പറയും, ചിലപ്പോൾ ഒരു ചെറിയ തല്ലും കൊടുക്കും. എങ്കിലും വീണ്ടും ഈ കുട്ടിയെ കുളിപ്പിച്ച് റെഡിയാക്കി ഈ കുട്ടിയെ വീണ്ടും കട്ടിലിലോട്ട് കടത്തും. എന്നുള്ളത് പോലെ തന്നെ ഈ ഭൂമിയിൽ നമ്മൾ സ്വർഗത്തോടും സ്വർഗകാര്യങ്ങളോടും അങ്ങേയറ്റ സ്നേഹമുണ്ടാവുകയും അറിഞ്ഞും അറിയാതെയും ചില പാപങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ചില കറങ്ങളും കടങ്ങളും ഒക്കെ അവശേഷിക്കുമ്പോൾ നമുക്കൊരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയിട്ട് സ്വർഗപ്രവേശനം ദൈവം നമുക്ക് നൽകുകയാണ്. അപ്പൊ ഈ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രാർത്ഥിക്കും? മരിച്ചവർക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിലുള്ളവർ മരിച്ചു പോയല്ലോ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രാർത്ഥിക്കും? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രാർത്ഥിക്കും? കണ്ടോ? നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രാർത്ഥിക്കും? നീ പ്രാർത്ഥിക്കണം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അർത്ഥം എന്താണ്? ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ പ്രവേശിച്ച ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. കാരണം അവർ സ്വർഗത്തിലാണ്. അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, വിശുദ്ധരാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശുദ്ധീകരണ ആത്മാക്കളാണ്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വയം പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന നമ്മൾ വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ജീവിച്ചിരിക്കുന്ന നമ്മൾ വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. 1-2 വചനഭാഗം ഒന്ന് വായിച്ചു പഠിച്ചാലോ? 1 കൊറിന്തോസ് 3-ാം അധ്യായം, 1 Corinthians chapter 3, 3-ാം അധ്യായം, അതിന്റെ 13, 14, 15 വിശുദ്ധ പൗലോസ്ലീഹ ഒരു മേഖലയെ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 1 കൊറിന്തോസ് 3-ാം അധ്യായം, അതിന്റെ 13, 14 തിരുവചനം, 15 തിരുവചനം. ഓരോരുത്തരുടെയും പണി പരസ്യമാകും, കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. പൗലോസ്ലീഹ പറയാണ്, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഇത് ഏത് അഗ്നിയാണ്? ശുദ്ധീകരണ അഗ്നിയാണ്. ശുദ്ധീകരണ സ്ഥലം. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. വായിച്ചേ, മുന്നോട്ട് പോക്കേ. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന്
അഗ്നി തെളിയിക്കുകയും ചെയ്യും. അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഗ്നിയെ തിരുവചനം പലപ്പോഴും ഇതിനെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരൊക്കെ പറയുന്നത് ഈ അഗ്നി എന്ന് പറയുന്നത് ശുദ്ധീകരണ അഗ്നിയാണ്. ഒരു അഗ്നി പ്രക്രിയ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനം. നമുക്കറിയാവുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് മത്തായി സുവിശേഷകൻ ഇപ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാലോ. ഒന്ന് തുറന്നു വായിച്ചാലോ. 5-ാം അധ്യായം 25-26 തിരുവചനം. മരണശേഷം മരണശേഷം ഒരു കാരാഗ്രഹം, ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വായിക്കാം. 5-ാം അധ്യായം 25-26. നീ പ്രതിയോഗിയോട് വഴുകി വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. പ്രത്യേകമായിട്ട് ദൈവശാസ്ത്രജ്ഞന്മാർ ഈ കാരാഗ്രഹം എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നത് ശുദ്ധീകരണ സ്ഥലം എന്നാണ്. ശുദ്ധീകരണ സ്ഥലം, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. വീണ്ടും വായിക്കാവുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുവചനം. 12-ാം അധ്യായം അതിന്റെ 32-ാം തിരുവചനം. വരാനിരിക്കുന്ന യുഗം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 32-ാം തിരുവചനം വായിച്ചാലോ. മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല. കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മറ്റൊരു വശം മനസ്സിലാക്കിക്കോണം. ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടെന്ന്. ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ. വരാനിരിക്കുന്ന യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് എന്റെയും നിന്റെയും വലിയൊരു കടമ എന്താണെന്നറിയാവോ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ഇരിക്കുന്ന എല്ലാവരും നിവർന്നിരുന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ, നിവർത്തി ഉയർത്തിപ്പിടിച്ചോളൂ. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ആത്മാക്കൾക്ക് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവെ കൈക്കൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചേ. കൈക്കൊള്ളണമേ. പഠിക്കേ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്റെ നാഥ തിരുസന്നിധിയിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, കർത്താവേ, എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദര ബന്ധങ്ങൾ മനസ്സിലോർത്തെ കർത്താവെ, ഈ പരിശുദ്ധ ശുശ്രൂഷ സമയത്ത് വലിയൊരു ഡെലിവറൻസ് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുവാൻ, ഈ ഭൂമിയിൽ അവരായിരുന്നപ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങളും കടങ്ങളും പൊറുക്കണമേ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ചേർന്നൊന്ന് പാടിക്കേ. കൈക്കൊള്ളണമേ കർത്താവേ, കൈക്കൊള്ളണമേ ഹൃദയംഗമമാ
വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയാണ് നാഥ, ബലിയൻ നാഥ, തിരുസന്നിധിയിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് വലിയ ഒരു കടമയുണ്ട്. അതൊരു കടമയാണ്, നമ്മളത് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ജെർത്രൂദിന്റെ ഒരു സുന്ദരമായ പ്രാർത്ഥനയുണ്ട്. ഒരു നല്ല ഒന്നാന്തരം പ്രാർത്ഥനയാണ്. ഞാൻ ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ അതൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. നിത്യപിതാവേ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്, നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെച്ചു കൊള്ളുന്നു. ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കത്തോലിക്ക തിരുസഭയിൽ അനേക പ്രാർത്ഥനകൾ നമുക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. കുടുംബങ്ങളിലൊക്കെ കുരിശു വരച്ച് പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വീട്ടിലെ സായാഹ്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. അതേത് പ്രാർത്ഥനയാ? മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാക്കണമേ. എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കണേ? നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർ ഈ ഭൂമിയിൽ അറിഞ്ഞും അറിയാതെയും ഏതെങ്കിലും പാപങ്ങളും കടങ്ങളും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ പേരുകൾ പറഞ്ഞ് നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാക്കണമേ. നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരുച്ചോരയെ കുറിച്ച് അവരുടെ മേൽ കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന മരിച്ചുപോയ വ്യക്തികളുടെ പേരുകൾ പറഞ്ഞ്, അപ്പൻ മരിച്ചുപോയി, അപ്പന്റെ പേര് പറഞ്ഞ്, അമ്മ മരിച്ചുപോയി, അമ്മയുടെ പേര് പറഞ്ഞ്, സഹോദരങ്ങൾ മരിച്ചുപോയി, അങ്ങനെ സഹോദരങ്ങളുടെ പേര് പറഞ്ഞ് നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ അങ്ങനെ അവരുടെ പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ അടുത്ത മക്കൾ, അടുത്ത തലമുറ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളേതായാലും മരിക്കുമല്ലോ, മരിക്കുകയല്ലേ? മരിക്കും. ചേട്ടാ മരിക്കും, ചേച്ചി മരിക്കും, നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടേ? ഇപ്പൊ ചിലരുടെ ഒരു സങ്കടം എന്താ? ജീവിച്ചിരിക്കുമ്പോ തന്നെ അതുങ്ങൾ അടുത്തില്ല, പിന്നെയാണ് മരിച്ചു കഴിയുമ്പോൾ. എന്നെ പ്രിയപ്പെട്ടവരെ, ശരിയാണ്, മക്കളൊന്നും ഒരുപക്ഷെ അടുത്തില്ല, പക്ഷേ അവരെത്ര ദൂരം അകലെയാണെങ്കിലും അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ശൈലി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ മക്കൾ അത് കണ്ടു പഠിക്കും. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മക്കളും പ്രാർത്ഥിക്കത്തില്ല. കാരണം അവര് ചിന്തിക്കും, അവരിത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഓർക്കണം, ദിവ്യബലിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ ഈ വിഷയത്തെക്കുറിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജപമാലയിൽ ഒരു സുന്ദരമായ പ്രാർത്ഥന തന്നിട്ടുണ്ട്. ഏത് പ്രാർത്ഥനയാണ്? ജപമാലയിൽ ഒരു സ്വർഗസ്ഥനായ 10 നന്മ നിറഞ്ഞ മറിയം, അതിനുശേഷം നമ്മൾ ഏത് പ്രാർത്ഥന ചെല്ലുന്നത്? ഓ എൻ്റെ ഈശോയെ. എല്ലാവരും കൂടെ ചെല്ലിക്കേ, ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ
അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആർക്കാ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളത്? പറഞ്ഞേ. അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവർ ആരാന്ന്? ശുദ്ധീകരണ ആത്മാക്കള്. അതുകൊണ്ടാണ് ആ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവര്, ഇങ്ങനെ മരിച്ചവര്, അങ്ങനെ മരിച്ചവര്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ചിലരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത, ചിലർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ അച്ഛാ? ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? കൊലപാതകം, അപകട മരണം, ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവർ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ മരണത്തിന്റെ അവസാന നിമിഷം എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയാവോ? അറിഞ്ഞുകൂടാ. ഉദാഹരണത്തിന്, ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് കടന്നു വരുന്ന ഒരു പൈശാചിക പീഡയുടെ ഭാഗമായിട്ടാണ് ഈ ആത്മഹത്യ. പക്ഷേ ആ മരണത്തിന്റെ അവസാന നിമിഷം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും അതിന്റെ അവസാന നിമിഷം അയാളുടെ ഉള്ളിൽ ഈശോയെന്ന് വിളിച്ചിട്ടാണ് മരിച്ചതെന്ന് നമുക്കറിയാവോ? അറിഞ്ഞുകൂടാ. ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഏതെങ്കിലും അവസാനത്തെ ഒരു നിമിഷം യേശോയെന്ന് വിളിച്ചിട്ടുണ്ടോ നമുക്കറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ വിധിക്കണ്ട. ഇവൻ നരകത്തിൽ പോകും, അങ്ങനെ പറയരുത്. അങ്ങനെ പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം സർവശക്തനായ ദൈവമാണ് സ്വർഗവും നരകവും ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മൾ ആരുമല്ലല്ലോ. നമ്മൾ എങ്ങനെ വിധിക്കും? നീ നരകത്തിലേ പോവുള്ളൂ. വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലക്ക് ഭാഷ അങ്ങനെയുണ്ടല്ലോ അല്ലേ, നീ നരകത്തിലേ പോവുള്ളൂ. അങ്ങനത്തെ ഭാഷ വേണ്ട. നമ്മൾ ആരാ നിശ്ചയിക്കാനായിട്ട് നീ നരകത്തിലേ പോവുള്ളെന്ന്? കഴിഞ്ഞ നാളിൽ പ്രാർത്ഥനക്കാരിയുടെ ഒരു മകൻ, പ്രാർത്ഥനക്കാരിയാണ് ചേച്ചി, കുടുംബനാഥ, മകൻ പള്ളിയിലില്ല, പ്രാർത്ഥനയില്ല. അപ്പൊ ഈ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഇവനെ ഒന്ന് സംസാരിച്ചു. അച്ഛാ, അവനെ അച്ഛൻ ഉപദേശിക്കണം, അച്ഛൻ അവനെ ശരിയാക്കണം. അപ്പൊ ഞാൻ ഇവനോട് സംസാരിച്ചു, എടാ നീ എന്താ പള്ളി വരാത്തത്? നീ എന്താ ധ്യാന കേന്ദ്രത്തിൽ വരാത്തത്? പണ്ട് നീ പള്ളി വന്നുകൊണ്ടിരുന്നതാണല്ലോ, പണ്ട് നീ ഓൾട്ടർ ബോയ് ആയിരുന്നല്ലോ. വേണ്ട അച്ഛാ, ആ പണി എനിക്ക് വേണ്ട. ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛാ, അമ്മ വരുന്നുണ്ടല്ലോ, അത് മതി അച്ഛാ. ഞാൻ പറഞ്ഞു, പോരടാ എൻ്റെ അച്ഛാ, അച്ഛൻ അറിയോ, അമ്മ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നോടും എൻ്റെ അപ്പനോടും അമ്മ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊക്കെ നശിച്ച് നരകത്തിൽ പോ, ഞാൻ മാത്രം സ്വർഗത്തിൽ പോ. നിങ്ങളൊക്കെ നശിച്ച് നരകത്തിൽ പോ, ഞാൻ മാത്രം സ്വർഗത്തിൽ പോ. എൻ്റെ അച്ഛാ, എൻ്റെ അമ്മ പോകുന്ന സ്വർഗത്തിൽ എനിക്ക് വരാൻ താല്പര്യമില്ല. എൻ്റെ അമ്മ വരുന്ന സ്വർഗത്തിൽ എനിക്ക് വരാൻ താല്പര്യമില്ല അച്ഛാ, അതുകൊണ്ട് എന്നെ ക്ഷണിക്കണ്ട. എങ്ങനെയുണ്ട്? നമ്മൾ ആരാണ് സ്വർഗവും നരകവും നിശ്ചയിക്കാൻ? നമ്മൾ ആരെ എങ്ങനെയാണ് വിധിച്ചു മാറ്റി നിർത്തുന്നത്? നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, വേറെ ഒന്നുമില്ല. ആരെയും നമ്മൾ വിധിക്കണ്ട. നമ്മുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന കൊണ്ട് വേണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര കാലം പ്രാർത്ഥിക്കണമെന്നൊരു ചോദ്യമുണ്ട്. എന്താ ഉത്തരം? നിന്റെ മരണം വരെ നീ പ്രാർത്ഥിക്കണം. അതേന്ന്, നിന്റെ മരണം വരെ നീ പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിൽ ദൈവം നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരെ നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 നമ്മുടെ പ്രാർത്ഥന വഴി അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിച്ചാൽ എന്താ മെച്ചമെന്നറിയോ? അവര് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. അപ്പൊ നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ വ്യക്തി സ്വർഗത്തിലേക്ക് എത്തിയാൽ ആ വ്യക്തി പിന്നീട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എത്ര വലിയ അനുഗ്രഹമാണ്. അന്തോനിസ് പുണ്യവാളിനും യൂദ തദേവൂസും അൽഫോനിസാമയും ചാവറ പിതാവൊക്കെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ അവരുടെ മുമ്പിൽ നൊവേന ചൊല്ലുന്നത്, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്ന പോലെ തന്നെ നിന്റെ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കും. അവര് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടുണ്ട് മെച്ചം. ഒന്നാമത്തെ മെച്ചം, നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രണ്ടാമത്തെ കാര്യം, ഈ അനുഗ്രഹം ലഭിക്കുന്നവർ, പ്രാർത്ഥിച്ച് അവര് സ്വർഗ സൗഭാഗ്യം ലഭിക്കുന്നവർ, അവര് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഡബിൾ എഫക്റ്റാണ്. രണ്ട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ എടുക്കേണ്ട വലിയൊരു തീരുമാനമാണ് ഏത്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്.
അത് കുടുംബത്തിൽ നിന്ന് മാത്രം മൺമറഞ്ഞു പോയവരല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അപ്പന്റെ തലമുറയിൽപ്പെട്ടവര്, അവരെ ഓർക്കണം. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പക്ഷെ അവരെ കുറിച്ച് നമ്മൾ ഓർക്കണം. പ്രാർത്ഥനയിൽ അവരെ സമർപ്പിക്കണം. അമ്മയുടെ തലമുറയിൽപ്പെട്ടവർ, അവരെ നമ്മൾ ഓർക്കണം, സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം ചില കുടുംബങ്ങളിലൊക്കെ ചില തകർച്ചകൾ അതിങ്ങനെ കാലങ്ങളായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില കുടുംബങ്ങളിൽ ഈ സ്വത്ത് ഭാഗം വെപ്പിനെ തുടർന്നുള്ള വഴക്ക്? എത്ര തലമുറ പോയിട്ടും അത് തീരുന്നില്ല. ഇല്ലാത്തവരൊന്നും അല്ല, ഉള്ളവര്. ഇപ്പൊ 5 സെന്റ് സ്ഥലം ഉള്ളൂ, അതിന്റെ പേരിൽ കടിപിടി കൂടുന്നതിനേക്കാൾ വലുതായ യുദ്ധങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർക്ക് സംഭവിക്കുന്നുണ്ട്. കോടതിയിലാണ് കേസ് കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഇപ്പൊ ഉള്ളതൊന്നും ആസ്വദിക്കാനും പറ്റുന്നില്ല. പേരുണ്ട്, പ്രശസ്തിയുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, കയ്യിൽ 5 നയാ പൈസ ഇല്ല. അല്ലേ? പേരും പ്രശസ്തിയുണ്ട്, വീട്ടിൽ സമാധാനമില്ല. പറയുമ്പോഴത്തേക്ക് പാരമ്പര്യം പലതും പറയാനുണ്ടാവും. പിന്നെ അച്ഛൻ എന്തറിയാം, ഞങ്ങളുടെ കുടുംബമാണ് ഈ പള്ളി പണിയാൻ സഹായിച്ചത്, ഞങ്ങളുടെ കുടുംബമാണ് ഇപ്പോൾ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം ഞങ്ങളുടെ സ്വന്തമാണ്, അല്ലേ? ഈ കോൺവെന്റ് ഇവിടെ സ്ഥാപിച്ചത് എൻ്റെ കുടുംബമാണ്, എൻ്റെ അപ്പൻ ഇഷ്ടദാനം കൊടുത്തതാണ്. അത് പറയാനൊക്കെ കൊള്ളാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴേ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഇപ്പോഴത്തെ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയിൽ ഈ മേഖലകളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കടമയാണ് എനിക്കും നിനക്കുമുള്ളത്. തിരുസഭ ഇപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യവും ഇത് തന്നെയാണ്. നീ എത്രത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം അഭിഷേകം നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിലേ മരണമുണ്ടെന്നും സ്വർഗം നരകമുണ്ടെന്നും തനത് വിധി പൊതുവിധി ഉണ്ടെന്നും വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്തു പറ്റും? ഇല്ലെങ്കിൽ ഇങ്ങനെ 100,000 ചോദ്യം ചോദിക്കും. എന്തിനാ സെമിത്തേരി പോണത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മരിച്ചവർ മരിച്ചു, ഇനി അവരുടെ കാര്യമൊന്നും അന്വേഷിക്കണ്ട. അങ്ങനെയല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഔദാര്യമല്ല, അത് നമ്മുടെ കടമയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. കടമ നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അത് നിന്റെ ഔദാര്യത്തിന്റെ ഭാഗം അല്ലെന്ന്, നിന്റെ കടമയാണ്. നീ അത് ചെയ്തേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന വീട്, അല്ലേ, നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവരുണ്ട്. പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവരൊന്ന് കൈപൊക്കിക്കേ. പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവര്, എല്ലാ കുടുംബങ്ങളിൽ തന്നെ പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവരുണ്ട്. ഇനി നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ നേടിയ മണ്ണുണ്ട്, നിങ്ങളുടെ സമ്പത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെന്ന് ഇന്ന് ആരാണോ അത് നമുക്ക് പാരമ്പര്യമായിട്ട് വന്ന കുറെ കാര്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ നമ്മൾ. ഇപ്പൊ എൻ്റെ അപ്പൻ മരിക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പന്റെ മരണശേഷം അത് ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും, അല്ലേ? ഇനി അപ്പൻ മരിക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപ കടം വരുത്തി വെച്ചിട്ടാണ് അപ്പൻ മരിച്ചത്. അപ്പന്റെ മരണശേഷം ആര് വീട്ടിൽ തീർക്കണം? ഞാൻ വീട്ടിൽ തീർക്കണം. അത് വീട്ടിൽ തീർന്നില്ലെങ്കിൽ അതൊരു കടമായി അവിടെ അവശേഷിക്കും. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, ആത്മീയ കാര്യങ്ങളിലും അങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ കുടുംബത്തില് മൺമറഞ്ഞു പോയ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളും കടങ്ങളും വരുത്തി വെച്ചിട്ടാണ് മരിച്ചതെങ്കിൽ ആ പാപങ്ങളുടെയും കടങ്ങളുടെയും പൊറുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കും നിനക്കും വലിയൊരു കടമയുണ്ട്. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം, അച്ചോ ഞങ്ങൾ ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? മരിച്ചുപോയവർക്ക് വേണ്ടി എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കണമെന്നറിയാം, എന്ത് പ്രാർത്ഥനയാ ചെല്ലേണ്ടത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? മരിച്ചുപോയവർക്ക് വേണ്ടി
പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്, അത് നവംബർ മാസം 2-ാം തീയതി മാത്രമല്ല, നിങ്ങൾ പങ്കെടുക്കുന്ന ഏതൊരു പരിശുദ്ധ കുർബാനയിലും ആയിക്കൊള്ളട്ടെ, ആ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മൺമറഞ്ഞു പോയവരെ ഓർക്കണം, അവരെ സമർപ്പിക്കണം. അവരുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും പൊറുതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകമാവണ്ണം മൺമറഞ്ഞു പോയവരെ ഓർക്കണം. കുടുംബത്തില് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ശൈലി ഇല്ലെങ്കിൽ വർദ്ധിപ്പിക്കണം. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച പ്രാർത്ഥന, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. ഈ സുന്ദരമായ പ്രാർത്ഥന കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. ജപമാല ചൊല്ലി നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ജപമാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാനാണല്ലോ നമ്മുടെ മുമ്പിൽ സുന്ദരമായ ആ പ്രാർത്ഥന നൽകിയിരിക്കുന്നത്. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനേക്കാളൊക്കെ ഉപരിയായി പരിശുദ്ധ കുർബാനയിലും കുരിശിന്റെ വഴിയിലും ജപമാലയിലും കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് വേണം ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശുദ്ധീകരണം വേണമെന്ന്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കൊരു വിശുദ്ധീകരണം ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ സംഭവിക്കണം. നമ്മുടെ പ്രാർത്ഥന അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച, നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിച്ച വിശുദ്ധരൊക്കെ തന്നെ ചിന്തിച്ചു നോക്കിയേ. ഇവർക്കൊക്കെ മരിച്ചുപോയ ആത്മാക്കളോട് വലിയൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ചാവറ പിതാവിൻ്റെയൊക്കെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഈ ചാവറ പിതാവിനൊക്കെ എപ്പോഴും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള വലിയൊരു തീഷ്ണതയുണ്ടായിരുന്നു. ഉപ്രാസിയാമ്മ എപ്പോഴും പറയുന്നൊരു കൊച്ചു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? മരിച്ചാലും ഞാൻ മറക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഭൂമിയിലെ മരണത്തിന് ശേഷവും നിത്യം നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ടെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന പല മേഖലകളും, പല സിനിമകളും, പല നാടകങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതാ, മരിച്ചുപോയ ആത്മാവ് തിരിച്ചു വരുന്നു, പ്രതികാരം ചെയ്യാൻ തിരിച്ചു വരുന്നു. കണ്ടിട്ടില്ലേ? അതേന്ന് അല്ലേ? സുമതി വളവിൽ കാത്തു നിൽക്കുന്നു, പിന്നെ ലോക ഇപ്പുറത്തൂടെ പോയി. എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളും ചിത്രങ്ങളും ആലോചനകളുമാണ് അടുത്ത തലമുറയ്ക്ക് സമ്മാനിക്കുന്നത് അല്ലേ? മരിച്ചുപോയ കള്ളിയാങ്കാട്ട് നീല് തിരിച്ചു വന്നിരിക്കുന്നു, പ്രതികാരദാഹിയായി അല്ലെ അലഞ്ഞു നടക്കുന്ന ആത്മാക്കളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ മക്കള് സിനിമയിലും സീരിയലിലും നാടകത്തിലും ഒക്കെ കണ്ട് ചിന്തിക്കുമ്പോൾ ഈ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ? എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ ചെയ്യേണ്ട കാര്യം എന്താ? മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കത്തോലിക്ക മതവിശ്വാസം അനുസരിച്ച് പ്രേതമായും ഭൂതമായും മറുതയായും ഒന്നും അവര് തിരിച്ചു വന്ന് അലഞ്ഞു നടക്കുന്നവരല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ നാളുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം തെറ്റായ ഒത്തിരി ചിന്തകൾ നമ്മുടെ മക്കളിലേക്ക് ഈ നാളുകളിൽ കയറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ്? മക്കളെ, നമ്മള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനേക സൽപ്രവർത്തികൾ ഇവർക്ക് വേണ്ടി കാഴ്ചവെക്കണം. അനേക സൽപ്രവർത്തികൾ. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അനേക തരത്തിലുള്ള സഹനങ്ങൾ ഒരു പരിഹാരമായി അവർക്ക് വേണ്ടി കാഴ്ചവെക്കണം. നമ്മൾ അനുഭവിക്കുന്ന അനേക സഹനങ്ങൾ ഒത്തിരി സഹിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? സഹിക്കുന്നുണ്ടോ? ഉണ്ടെന്ന്. നമ്മുടെ ഈ സഹനത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നേ? ഈ സഹനത്തെ പിറുപിറുപ്പോടും അസ്വസ്ഥതയോടും കൂടി അല്ല കൈകാര്യം ചെയ്യേണ്ടത്. മറിച്ച് എന്ത് ചെയ്യണമെന്നറിയോ? സഹനത്തെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായി, മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ഒരു പരിഹാര ബലിയായി കാഴ്ചവെക്കണം.
ഉദാഹരണത്തിന് നിങ്ങളുടെ കാല് വയ്യ, വേദന. ഇപ്പൊ എന്ത് ചെയ്യണം? ഈ കാല് വേദന നമ്മൾ മൺമറഞ്ഞു പോയ ഇന്നയാൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. നിനക്ക് ശക്തമായ തലവേദന, ഈ തലവേദന ഇന്ന നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. നിന്റെ വീട്ടിൽ വളരെ വലിയൊരു മാനസിക സമ്മർദ്ദം, അസ്വസ്ഥത, കർത്താവേ ഇത് ഇന്ന വിഷയത്തിന് വേണ്ടി ഇന്ന വ്യക്തിക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. അങ്ങനെ കാഴ്ചവെക്കുന്നതനുസരിച്ച് ആ വിഷയത്തിൽ വലിയ ശക്തമായ ഒരു അനുഗ്രഹം കിട്ടും. വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രിയയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് മരിയ സിമ്മ എന്ന് പറയും. മരിയ സിമ്മ ഈ സഹോദരി 1915 മുതൽ 2004 വരെ ജീവിച്ചിരുന്ന സ്ത്രീയാണ്. ഈ സ്ത്രീയെ കുറിച്ച് ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട്, ഞാൻ അതൊന്ന് വായിക്കാം. ശരീരത്തിലും മനസ്സിലും വലിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തനിക്ക് തീരെ സഹിക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ അവയെ ഞാൻ ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് സഹിക്കുവാനുള്ള വിശ്വാസവും ധൈര്യവും ശക്തിയും ദൈവം നമുക്ക് കൂടുതൽ നൽകും, കൂടുതൽ ആനന്ദം ലഭിക്കും. ഹല്ലേലൂയ. പിടികിട്ടിയോ? അതായത് ശരീരത്തിലും മനസ്സിലും സഹിക്കാൻ പറ്റാത്ത സഹനം നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ സ്വർഗം നമുക്കൊരു കൃപ നൽകും. എന്ത് നൽകും? സ്വർഗം നമുക്ക് ഈ സഹനത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ബലം നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നേരത്തെ ജെർത്രൂദിന്റെ പ്രാർത്ഥന പറഞ്ഞല്ലോ. ഈ ജെർത്രൂദ് എന്ന് പറയുന്ന വിശുദ്ധ ജീവിച്ചിരുന്നപ്പോൾ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച ഒരു സ്ത്രീയാണ്. പക്ഷേ ജെർത്രൂദിന്റെ മരണസമയം വന്നപ്പോൾ ഉണ്ടല്ലോ, പിശാച് ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു. ശക്തമായ പീഡയുടെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന്മാർ ഈ ജെർത്രൂദിനെ സഹായിക്കാൻ എത്തിയെന്നാണ് ജീവിത ചരിത്രം പറയുന്നത്. അതായത് മരണസമയത്ത് വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് അത്തരത്തിലുള്ളൊരു പീഡയിലൂടെ കടന്നുപോയപ്പോൾ ഇത്രയും നാളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേകര് സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ഈ സമയത്ത് സ്വർഗദൂതന്മാർ മുഴുവൻ ഇതാ പ്രാർത്ഥിച്ച് കൃപ കിട്ടി സ്വർഗത്തിലെത്തിയവരൊക്കെ ഈ ജെർത്രൂദിന്റെ മരണസമയത്ത് കൂടെ നിന്നു, ബലം കൊടുത്തു. ഞാനും നിങ്ങളും മരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ബലപ്പെടാത്താൻ ഏതെങ്കിലും വിശുദ്ധയും ഉണ്ടാവോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർ നമ്മുടെ ഒരു പ്രശ്നത്തിന്റെ ഭാരത്തിന്റെ സമയത്ത് നമ്മളെ ബലപ്പെടുത്താൻ കൂടെ ഉണ്ടാവുമോ? പ്രാർത്ഥിച്ച് നമ്മൾ അവരുടെ കടമകൾ നിറവേറ്റിയാൽ അവര് നമുക്ക് വേണ്ടി നിറവേറ്റും, അവര് നമുക്ക് വേണ്ടി നിലകൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മൾ പ്രാർത്ഥിച്ച് അവർക്ക് സ്വർഗ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചാൽ അവര് നമുക്ക് വേണ്ടി നിലകൊള്ളും. നിന്റെ കുടുംബത്തിൽ ഒരു ആവശ്യം വന്നാലുണ്ടല്ലോ, അവർ പെട്ടെന്ന് ആ വിഷയത്തിൽ ഇടപെടും. മരിച്ചുപോയവരെ കുറിച്ച് തെറ്റായ ചിന്തയല്ല മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, മറിച്ച് സ്വർഗത്തിൽ എന്റെ കുടുംബത്തിൽ നിന്ന് മണ്ണ് പറഞ്ഞു പോയ ആളുകൾ സ്വർഗത്തിൽ ആ പേര് പറഞ്ഞ് വിശ്വസിക്കണം. ഓരോ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും സാന്നിധ്യം പോലെ അവരും സ്വർഗത്തിലായിരുന്നു കൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഫ്ലോറൻസിലെ ഒരു വിശുദ്ധനാണ് സെയിന്റ് ആന്റണി ഓഫ് ഫ്ലോറൻസ്. ഈ ആന്റണി എന്ന് പറയുന്ന ഒരു സന്യാസിയായിരുന്നു. സന്യാസ ആശ്രമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്യാസ ആശ്രമത്തേക്ക് സഹായിച്ചു കൊണ്ടിരുന്ന ഒരു ധനാഢ്യനായ മനുഷ്യൻ മരിച്ചു. അപ്പോ ഈ ആശ്രമത്തിന്റെ ഒരു കടമയും കൂടെയാണല്ലോ ആ ധനാഢ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ഈ ആശ്രമത്തില് ശക്തമായ പ്രാർത്ഥനകൾ, ഒപ്പീസും പ്രാർത്ഥനകളൊക്കെ കുറെ നാള് നടത്തി. അങ്ങനെ കുറെ നാളൊക്കെ നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആശ്രമത്തിലുള്ളവരെല്ലാവരും തന്നെ അത് മറന്നുപോയി. നമ്മുടെ ആന്റണി എന്ന് പറയുന്ന സന്യാസി മറന്നുപോയി. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ ധനാട്ടിന്റെ ആത്മാവ് ഈ സെയിന്റ് ആന്റണി, അതായത് അന്നത്തെ ആശ്രമത്തിലെ അധിപനായിട്ടുള്ള ആന്റണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? അപ്പോ അവര് പറഞ്ഞു, ആന്റണി എന്ന് പറയുന്ന സന്യാസ അധിപൻ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി നാള് പ്രാർത്ഥിച്ചല്ലോ, താങ്കൾ സ്വർഗത്തിൽ പോയില്ലേ? അയ്യോ, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പൊ ആ ധനാട്ടിന്റെ ആത്മാവ് പറഞ്ഞത്രേ, നിങ്ങളുടെ പ്രാർത്ഥന വഴിയായിട്ട് എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെട്ടു. നല്ല കാര്യം. അതെന്താണെന്നറിയാവോ? ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിരുന്നു.
എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല. ആ കടങ്ങൾ അങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന വഴി അവര് സ്വർഗത്തിൽ പോയി. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, എൻ്റെ കടങ്ങളും പൊറുതിയും, അവര് സ്വർഗത്തിൽ പോയി. ഇനിയുണ്ടല്ലോ, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. കേട്ട് കഴിയുമ്പോൾ ഒരു കഥയായി, പൊട്ടക്കഥയായിട്ടൊക്കെ ചിന്തിക്കും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ടല്ല, മറിച്ച് ആത്മീയമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മേഖലയിൽ കുറേ വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടും. നമ്മുടെയൊക്കെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഇപ്പോഴും മുടങ്ങി ഇങ്ങനെ കിടക്കുന്നതിന്റെ കാരണം ഇപ്രകാരം കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി വേണ്ടത്ര പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ അവസരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോടും നിന്നോടും പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, മരിച്ചുപോയവരോട് ചില കടമകളുണ്ട്. ആ കടമകൾ നിറവേറ്റണം. ഇല്ലെങ്കിൽ അതൊരു കടമായി അവശേഷിക്കും. പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമ. ഹല്ലേലൂയ. ആരാധിച്ചിടും ഞാൻ എൻ നാഥനീശുവേ. നീ മാത്രമെൻ നാഥൻ, ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും തടസ്സങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷ സമയത്ത് ധ്യാനിക്കുക. എൻ്റെ കുടുംബത്തിൽ പാരമ്പര്യമായി ഏതെങ്കിലും രോഗപീഠകളുണ്ടോ? ഉണ്ടെങ്കിൽ ആ രോഗമേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പാരമ്പര്യമായിട്ടുള്ള ഏതെങ്കിലും ദുശീലങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിക്കുക. പാരമ്പര്യമായിട്ട് കടന്നു വരുന്ന ചില തടസ്സങ്ങൾ ഒരുപക്ഷെ സമ്പത്തിന്റെ മേഖലയിലായിരിക്കും, ജോലി മേഖലയിലായിരിക്കും, ചിലപ്പോൾ ചില ബന്ധ തകർച്ചകളായിരിക്കും. അത് തടസ്സങ്ങളാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ മേഖലകളിലെല്ലാം ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു വിടുതൽ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഓരോ വ്യക്തിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം, എൻ്റെ കുടുംബത്തിൽ ഇപ്രകാരം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് വിടുതൽ ലഭിക്കുന്നത്. എൻ്റെ ഈ സമയത്തെ പ്രാർത്ഥനയിലൂടെയാണ് എൻ്റെ കുടുംബത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായ അങ്ങ് ഇടപെടണമേ. കർത്താവേ, എൻ്റെ ബന്ധങ്ങളിൽ അത്ഭുതകരമായ അങ്ങ് ഇടപെടണമേ. കാലാകാലങ്ങളായി എൻ്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന, വ്യക്തിബന്ധങ്ങളെ നശിപ്പിക്കുന്ന ഓരോ മേഖലയിലും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ
ചില വ്യക്തികളുടെ മുഖങ്ങളോ പേരുകളോ ചില അനുഭവങ്ങളോ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാം. ഇന്ന വ്യക്തി ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തു, ഒരു വ്യക്തിയുടെ മരണം ഇങ്ങനെ ആയിരുന്നു, ആ വ്യക്തിയുടെ ചില പാപപ്രവൃത്തിയാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കാൻ കാരണം എന്നിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ആ ഓർമ്മകളിൽ തളം കെട്ടി ജീവിക്കാനല്ല, മറിച്ച് ഇപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന എന്തെന്നറിയോ? നിന്റെ പ്രാർത്ഥനയിലൂടെ മൺമറഞ്ഞു പോയ അവർക്കെല്ലാവർക്കും നിത്യശാന്തി ലഭിക്കണം. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കണം. കർത്താവേ, ഇതെന്റെ ജീവിതമാണ്. ആഴത്തിൽ നിന്ന് ഞാൻ പാടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, ഇതെൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ കൃപ എൻ്റെ കുടുംബത്തിലോട്ട് കടന്നു വരാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പാപികളാണ്, കുറവുകളുള്ളവരാണ്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിന്റെ കൃപ വേണം. ആഴത്തിൽ നിന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കീഴുന്നു. ദൈവമേ എന്നെ നീ കേൾക്കണമേ. എല്ലാവരും ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ എന്നെ നീ കേൾക്കണമേ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടായിരുന്നു. ചില വ്യക്തികളോട് ഒരുപക്ഷെ നമ്മൾ വെറുപ്പോടുകൂടെ പെരുമാറി, ആ വ്യക്തികൾ നശിക്കാൻ ആഗ്രഹിച്ചു, ആ വ്യക്തിയെ ദ്രോഹിച്ചു, ആ വ്യക്തിക്കെതിരായ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ മരണത്തിന് മുമ്പ് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും പറ്റിയില്ല. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരമുള്ള അനുഭവങ്ങളുടെ മേൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ മൺമറഞ്ഞു പോയ ഓരോരുത്തരുടെയും ആത്മശാന്തിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ ദ്രോഹിച്ച ഓരോ അനുഭവങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയോട് സംസാരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ അല്പം കൂടെ ശ്രദ്ധിച്ചുകൂടായിരുന്നോ? സ്നേഹിച്ചുകൂടായിരുന്നോ? ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്പം കൂടെ നിന്റെ കരുതൽ കൊടുക്കാമായിരുന്നല്ലോ. എന്തേ നീ ശ്രദ്ധിക്കാതിരുന്നു, കൊടുക്കാതിരുന്നു, ക്ഷമിക്കാതിരുന്നു? കർത്താവേ, എനിക്ക് പറ്റിപ്പോയി. കർത്താവേ, ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ വാക്ക്, എൻ്റെ സംസാരം, എൻ്റെ ജീവിതം, പ്രവർത്തികൾ വഴി ഒത്തിരി തെറ്റുകൾ സംഭവിച്ചു. കർത്താവേ, എനിക്ക് പറ്റിപ്പോയി. ഒരുപക്ഷെ ചിലരെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത്, ഒരുപക്ഷെ ചില ബന്ധങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചത്, അവർക്ക് അവരുടെ വഴി അവർ പൊക്കോട്ടെ എന്ന് ചിന്തിച്ച് ആ ബന്ധങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. പിന്നീടാണ് അവർ മരിച്ചെന്നറിഞ്ഞത്. നീ ഉത്തരവാദിത്തം പല മേഖലകളും ചെയ്തില്ലല്ലോ. ഒരുപക്ഷെ അവരെന്നോട് ഇങ്ങനെ പെരുമാറിയത് കൊണ്ട് ഞാനും അങ്ങനെ പെരുമാറുന്നു. അങ്ങനെ നമ്മൾ പെരുമാറിയിട്ടുണ്ടാവും. അവര് ഏതെങ്കിലും തരത്തിൽ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ. അതുപോലെ നമ്മൾ അവരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ മേഖലകളിൽ വലിയൊരു വിടുതൽ വേണം. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടി ഈശോട് പറഞ്ഞ്, ആഴത്തിൽ നിന്ന് ഞാൻ പാടുന്നു. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കീഴുന്നു. ദൈവമേ എന്നെ നീ കേൾക്കണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ എന്നെ നീ കേൾക്കണമേ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ആത്മഹത്യ, കൊലപാതകം, ദുരൂഹ സാഹചര്യത്തിൽ മരണം, അപകട മരണം എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ഒരുക്കം ലഭിക്കാതെ സ്വർഗീയമായ ചിന്തകളോടുകൂടെ ജീവിതത്തെ മരണാനുഭവത്തിലാകാൻ പറ്റാതെ പോയ ഒത്തിരി വ്യക്തികളുണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വിഷമപ്പെടുത്തുന്ന ചില വ്യക്തികളുടെ അനുഭവങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. നമ്മൾ ആരെയും വിധിക്കണ്ട.
സ്വർഗ സൗഭാഗ്യം കർത്താവ് പ്രദാനം ചെയ്യട്ടെ. ദൈവമേ, അപ്രകാരം മൺമറഞ്ഞു പോയ ഓരോ വ്യക്തിയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, സ്വർഗം സമ്മാനിക്കുന്ന ദൈവമേ, ഞങ്ങൾ അവരുടെ ആത്മാക്കളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സ്വർഗ സൗഭാഗ്യത്തിലേക്ക് അവരെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അപ്രകാരമുള്ള സംഭവങ്ങളിലൂടെ കുടുംബത്തിലുണ്ടായ ഏതെങ്കിലും കോടതി കേസുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളും ഭാരങ്ങളും, ഏതെങ്കിലും ബന്ധ തകർച്ചകൾ, ഏതെങ്കിലും സ്വത്ത് വിഭജനത്തോട് ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആ മേഖലകളിൽ ഒരു വലിയ വിടുതലും സൗഖ്യവും സംരക്ഷണവും ഉണ്ടാവണം. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദുരൂഹ മരണം, വേണ്ടത്ര രീതിയിൽ ശവസംസ്കാരം നടത്താൻ പറ്റിയില്ല, വേണ്ടത്ര രീതിയിൽ ഒരു ഒപ്പീസ് പോലും ചെല്ലാനൊരു സ്ഥലമില്ല, ഒരുപക്ഷെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നുണ്ടാവും. ദൂരങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആ മേഖലകളെ സമർപ്പിക്കുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നെന്റെ പ്രാർത്ഥനയാണ്. രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ചുകൊണ്ട് ചേർന്ന് പാടിക്കേ. ആർദ്രമായി ദൈവമേ, ദൈവമേ, ചേർന്ന് പാടിക്കേ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ, ദൈവമേ, എന്നെ നീ കേൾക്കേണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ സ്വത്ത് വിഭജനത്തെക്കുറിച്ച് ഏതെങ്കിലും തർക്കങ്ങളും വഴക്കുകളും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കുക. പൂർവിക സ്വത്തിനെ കുറിച്ച് ഇപ്പോഴും കലഹമുണ്ടോ? ഒരുപക്ഷെ 2 സെന്റ് സ്ഥലത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവരുടെ പേരിൽ പലതരത്തിലുള്ള അതിർത്തി തർക്കങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും സ്വത്ത് വിഭജനത്തെ തുടർന്ന് കുടുംബത്തിലെ ബന്ധങ്ങൾ അകന്നുപോയോ? സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കാതെയുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ കിടക്കുന്നുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വീടും പരിസര പ്രദേശങ്ങളും, നിങ്ങൾ ഇരിക്കുന്ന വീട്, നിങ്ങളുടെ സ്വത്ത്, കൃഷി പ്രദേശങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇത് ഞങ്ങളുടെ കൃഷിയിടങ്ങളാണ്, ഇത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങളുടെ അന്തരീക്ഷമാണ്. കർത്താവേ, ഏതെങ്കിലും തരത്തിലുള്ള തിന്മകളുടെ നാരിക ശക്തികൾ ആ മണ്ണിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പാപങ്ങളും കടങ്ങളും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ, ആ മേഖലയിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കണം. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2 കരങ്ങളും അൾത്താരയിൽ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ കാണണം നിന്റെ വീട്, വീട്ടിലേക്കുള്ള വഴി, നിന്റെ കൃഷിസ്ഥലം, നിന്റെ ആദായം, നിന്റെ കുടുംബത്തിന്റെ വരുമാന മാർഗം. കർത്താവേ, ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീട്, വീട്ടിലെ കന്നുകാലികള്, വളർത്തുമൃഗങ്ങള്, ഞങ്ങളുടെ കൃഷി പ്രദേശങ്ങള്, ജോലി ചെയ്യുന്നവര്, അന്തരീക്ഷം, ഓ കർത്താവേ, നിന്റെ അത്ഭുതകരമായൊരു സംരക്ഷണ വലയം ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥാപിക്കപ്പെടട്ടെ. ഒരു കാരണവശാലും ഒരു തിന്മയും ഞങ്ങളുടെ തൊടാതിരിക്കട്ടെ. 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് കണ്ണുനീരോടെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, നിന്റെ നാവ് തുറന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ കുടുംബത്തിലേക്ക് വലിയൊരു അഭിഷേകം, വലിയൊരു ശക്തി ദൈവത്തിന്റെ ആത്മാവ് സമ്മാനിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ മക്കളിലേക്കും അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. രോഗങ്ങളും രോഗപീഠകളും രോഗം വരുന്ന ദുഃഖങ്ങളും ഏതെങ്കിലും വ്യക്തികളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, ആ മേഖലയിൽ ഒരു വിടുതൽ നൽകണം. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. കൈകൾ ഉയർത്തി ഈശോയെ, ആഴത്തിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ, ദൈവമേ, എന്നെ നീ കേൾക്കേണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ, ദൈവമേ, എന്നെ നീ കേൾക്കണമേ. പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ കുടുംബത്തിലുള്ള സകല തടസ്സങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. വിവാഹ തടസ്സം അനുഭവപ്പെടുന്ന കുടുംബങ്ങളുണ്ടല്ലോ, ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ.
കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം പേറി തടസ്സങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെ ഭാരം വഹിക്കുന്നവരുണ്ട്. സ്ഥലം വിൽപ്പനയെ തുടർന്ന് ഇപ്പോഴും തർക്കത്തിലും വഴക്കിലും അസ്വസ്ഥതയിലും കഴിയുന്നവരുണ്ട്. ആ മേഖലകൾ സമർപ്പിക്കുക. ഇപ്പോഴും വഴി പ്രശ്നം പൂർത്തിയാക്കാത്തവരുണ്ട്. ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴും നടക്കാത്തവരുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജോലി മേഖലയിൽ എപ്പോഴും അസ്വസ്ഥത, സ്ഥിരമായൊരു വരുമാന മാർഗമില്ല. പല മേഖലകളും തുടങ്ങിയെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടു പോയി. ബിസിനസ് തുടങ്ങിയെങ്കിലും പരാജയപ്പെട്ടു. സ്റ്റേഷന് കട തുടങ്ങിയിട്ട് പരാജയപ്പെട്ടു. ഒരു ജോലി നല്ല കിട്ടുന്നതില്ല. കുടുംബത്തിൻ്റെ വരുമാന മാർഗത്തിൽ എപ്പോഴും അസ്വസ്ഥത. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏത് മേഖലയിലാണ് തടസ്സമുള്ളത് ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിവാഹ ബന്ധങ്ങളിൽ ചില കുടുംബങ്ങൾ തടസ്സം. എപ്പോഴും വഴക്ക്, നിസ്സാരപ്പെട്ട കാര്യത്തിൻ്റെ പേരിൽ പോലും എപ്പോഴും വഴക്കടിക്കുന്ന സ്വഭാവം. സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബങ്ങൾ വിവാഹമോചനം ആഗ്രഹിച്ച് ഏതെങ്കിലും ദമ്പതികൾ തമ്മിൽ കലഹത്തിലുണ്ടോ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന നാരക ശക്തികളെ കാൽവരി മലയിലെ കുരിശിലേക്ക് സമർപ്പിച്ച് ഇതാ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയകൾ, ഞങ്ങളുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളും ഭാരപ്പെടുത്തുന്ന സകല മേഖലകളും യേശുവിന്റെ അത്ഭുത നാമത്താൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടുന്ന സമയം. ദൈവജനമേ, കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. നാവ് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവിക ശക്തി വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഓരോ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ ആഴത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആഴത്തിൽ നിന്നു ഓ കർത്താവേ, ആർദ്രമായി കേഴുന്നു. ദൈവമേ എന്നെ നീ കേൾക്കേണമേ. ആഴത്തിൽ പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ നിന്നു ആർദ്രമായി കേഴുന്നു. ദൈവമേ എന്നെ നീ കേൾക്കണമേ. ആരാധന യേശുവേ, ആരാധന. ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.